ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മട്ടൺ ചോപ്സ് ആണ്. കുറച്ച് ഒന്നുണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതെങ്ങനെയാണ് വേഗം ചെയ്യുക എന്ന് നമുക്ക് വേഗം തന്നെ ഒന്ന് നോക്കിക്കളയാം. എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിലും എല്ലാവരും കമൻറ്റ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ മട്ടൺ ചോപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 300 ഗ്രാം, ഒരു 270 to 300 ഗ്രാംസ് ഉണ്ടാവും. ഇത് ചോപ്സ് ആണ്, മട്ടൻ്റെ ചോപ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓൺ ആക്കുകയാണ്. കുക്കർ ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഞാനിവിടേക്ക് യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മുടെ മട്ടൺ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഷാലോ ഫ്രൈ ആകാൻ വേണ്ടിയിട്ടുള്ള ഇത്ര ഓയിൽ എടുത്തിട്ടുള്ളൂ. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ അത്രേ ഉള്ളൂ. അപ്പോൾ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിടുമ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെക്കുക. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓയിലിലോട്ട് ഇതിടുമ്പോൾ നമ്മുടെ ദേഹത്തോട്ട് തെറിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് പച്ചമണം പോകണം, എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ മട്ടന് ഇതിലോട്ട് ഇടേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് മട്ടൺ ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. പക്ഷെ അതൊന്ന് എന്താ പറയുക, പെട്ടെന്ന് തന്നെ ആ ഒരു പച്ചമണം ഒന്നും പോകത്തില്ല. പിന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിട്ട് ഒട്ടിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോയിട്ട് പിന്നെ നമ്മൾ മട്ടൺ ഇടാൻ പോകുന്നത്. ഇത് എല്ലാവരും ചെയ്യുന്ന റെസിപ്പി തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷെ എന്നെപ്പോലെ കുറച്ച് പേർക്കെങ്കിലും ഇത് അറിയാത്തവരുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്ത് കാണിക്കുന്നത്. മട്ടണിൽ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല, പക്ഷെ ചെയ്തതിൽ സക്സസ് ആയിട്ടുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവിടെ നല്ലോണം പച്ച മണമൊക്കെ പോയി ഇരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മട്ടൺ ചോപ്സ് ഇടുക. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് വളരെ സൂക്ഷിക്കുക. എന്താ വെച്ചാൽ നമ്മൾ ഇത് കുക്ക് ചെയ്തതിന് ശേഷവും നമ്മൾ മസാലയിൽ ഉപ്പിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറേശ്ശെ ഉപ്പിടുക. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, നമ്മൾ ഈ കുക്കറിൽ ഇപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു 80% മാത്രം കുക്കായാൽ മതി. ബാക്കി 20% നമുക്ക് മസാലയുടെ കൂടാണ് ഇത് മിക്സായി കുക്കാവേണ്ടത്. അപ്പോൾ ഒരു 80% മിക്സ് ആകണമെങ്കിൽ ഇപ്പം മട്ടൺ കുറച്ചല്ലേ ഉള്ളൂ, വെറും ചോപ്സ് അല്ലേ. അപ്പം നമ്മളൊരു 2 വിസിൽ വെച്ചാൽ മതിയാവും. എന്താ വെച്ചാൽ മൊത്തത്തിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ എല്ലിൽ നിന്നൊക്കെ പെട്ടെന്നെങ്കിൽ മാംസം വേഗം പുറത്ത് വരും. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ, ഒരു 1/4 ഗ്ലാസ് വെള്ളം, അത്രേ ഉള്ളൂ. അപ്പം ഇത് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം.
അപ്പം നമ്മുടെ മട്ടൺ ഇവിടെ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി വെക്കുകയാണ് ഒന്ന് തണുക്കാനായിട്ട്. ഇതൊന്ന് തണുക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെ വേറൊരു പാൻ വെച്ച് കുറച്ച് ഡ്രൈ മസാല റെഡിയാക്കാൻ പോവാണ് മട്ടൺ ചോപ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രൈ മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ, ഒരു 1/2 ടേബിൾ സ്പൂൺ മതിയാവും ജീരകം, പിന്നെ ഒരു 4 വറ്റൽമുളക്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുരുമുളകില്ല, മുഴു കുരുമുളക്, അതും കൂടെ കുറച്ച് ഒരു 10-12 കുരുമുളക് കൂടി ഇടാം. ഞാനിന്ന് ഇടുന്നില്ല, ഞാനിന്ന് കുരുമുളകിൻ്റെ പൊടിയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ കൂടെ ഡ്രൈ ഫ്രൈ ചെയ്യാത്തത്. അപ്പോൾ ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. ആദ്യം തന്നെ മല്ലി ഇടാം. ഇപ്പോൾ കൊറിയാണ്ടറിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ജീരകവും മുളകും കൂടി ഇടാം. ഇപ്പോൾ കൊറിയാണ്ടറിൻ്റെ ഇത് കളർ മാറുമ്പോൾ നല്ലൊരു അരോമയാണ് വരുന്നത്. ഈ സമയത്ത് നമുക്ക് ജീരകവും പിന്നെ മുളകും കൂടി ഇടാം. നമുക്കിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് പൗഡറാക്കി എടുക്കാം. അപ്പം നമ്മൾ പൗഡറാക്കിയ ഡ്രൈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മസാല ഞാനിപ്പോൾ കുറച്ച് കേർഡിലോട്ട് ഇടാൻ പോവാണ്. നമുക്ക് മട്ടൺ കുറവല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് കേർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ പൗഡർ ചെയ്ത ഈ മസാല ഇതിലോട്ട് ഇടാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി, ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ ഇടുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മതിയാവും ഗരം മസാല. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മട്ടൻ്റെ അളവനുസരിച്ച് നമുക്ക് ഈ കേർഡ് കൂട്ടാം കേട്ടോ. മട്ടൺ കൂടുതലുണ്ടെങ്കിൽ അപ്പോൾ കേർഡിൻ്റെ അളവും കൂട്ടണം. ഇപ്പോൾ മട്ടൺ കുറവായതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് കേർഡ് എടുത്തിരിക്കുന്നത്. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് മട്ടൺ എത്ര വെന്തു, എങ്ങനെ വെന്തു എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. മട്ടൺ നല്ലോണം വെന്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 80% ആ കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും വിട്ടു പോവാണ്ട് ഈ ഒരളവാണ് നമുക്ക് കറക്റ്റായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം നമ്മളിവിടെ ഒരു ബിരിയാണി ഇല, ബേ ലീഫ് ഇതാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഓണിയൻ, സവാള നമ്മൾ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുക്കണം. അത് ഇതിലോട്ടിടാണ്. ഇപ്പോൾ സവാളയുടെ പച്ചമണം പോകാനായിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വേവിക്കാം. നമ്മുടെ ഓണിയൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടാണ്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഇടാം.
ഒരു അര മിനിറ്റ് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നല്ല പച്ചമണം പോയിട്ട് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കേർഡും മസാലയും ഇതിലോട്ടിടുക. ശ്രദ്ധിക്കുക, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ഇടാനായിട്ട്. ഇതൊരു 1 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ. നമ്മുടെ മസാല എല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മട്ടൺ ഇതിലേക്ക് ഒഴിക്കാം. ഇത് കുറച്ച് സൂപ്പുണ്ട്, ഇതും കൂടെ ചേർത്താണ് നമ്മൾ ഇടുന്നത്. മട്ടണിൽ ഈ മസാലാസ് ഒക്കെ നല്ലോണം ഒന്ന് മിക്സ് ആകാൻ വേണ്ടി, നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ അടച്ചു വെച്ചൊരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ മസാലയും മട്ടണും എല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സായി എരിവും പുളിയും എല്ലാം അതിൽ ചേരും. നല്ലോണം ഓയിലൊക്കെ നല്ല വിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പരുവം ശരിക്കും പറഞ്ഞാൽ. ഈ സമയത്ത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് മല്ലിയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്ത് മാറ്റാം. പക്ഷെ ഇവിടെ ഞാൻ ഇന്ന് കുറച്ച് ഡ്രൈ ആക്കുകയാണ്. അത് കാരണം കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഡ്രൈ ആക്കുവാണ്. നമ്മുടെ മട്ടൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് മേളിലൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റിയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ ചോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പ്ലീസ് എല്ലാവരും എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം.